3 ആഴ്ച കൊണ്ട് ഈ നഗരത്തിൽ നിന്നും മാത്രം പിടിച്ചെടുത്ത ലഹരിയുടെ കണക്ക് കേൾക്കണ്ടേ? റസാഖ്, ഇവരുകൂടെ കേൾക്കട്ടെ കണക്ക്. നമ്മൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ അറിയേണ്ടത് ഇവരിലൂടെയാണ്. യെസ് മാഡം. എടാ, ഈ നിസാര കാര്യത്തിന് കേസ് കൊടുക്കാനാണെങ്കിലേ കോടതി കേസ് കൊടുത്ത് അറിയുമല്ലേ? ഇതേ നാട്ടുകാരെങ്ങാനും അറിഞ്ഞാ ഉണ്ടല്ലേ എവളെ കളിയാക്കി കൊല്ലും. സ്വന്തം മോനൊരു കേസ് കൊടുക്കാൻ നടക്കുന്നു. എടാ, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കടാ, ഇല്ലെങ്കിൽ യുദ്ധേ ഇവിടെ ഞാനോട്ടായിരിക്കും പറഞ്ഞേക്ക്. എടാ, വിഷ്ണുവിനൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ. അവനൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവനെ എവിടെ നിറക്കി വിട്ടിട്ടേ മറ്റാരും ഞാനിവിടെ താമസിപ്പിക്കത്തുമില്ല. അതിന് വെച്ച വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാ മതി. ഇതൊരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ല. ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അതിനുവേണ്ടി കയ്യും മെയ്യും മറന്ന് പോരാടുക. ലക്ഷ്യം ഒന്നേയുള്ളൂ, നഗരത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്നും മുക്തമാക്കുക. ഒരു ശുദ്ധികലശം, വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു സേവനം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആക്ഷൻ ഫോഴ്സിന്റെ തുടക്കം. അതെത്രത്തോളം വിജയം കണ്ടു എന്ന് പറയാൻ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തോളോട് തോൾ ചേർന്ന് നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച CA റസാഖ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി മേഡത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്ഷൻ ഫോഴ്സ് 2026 വലിയൊരു വിജയം തന്നെയാണ് കണ്ടത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും ഈ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലം എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാകാൻ കഴിഞ്ഞു എന്നത് ഈ മിഷന്റെ വിജയം തന്നെയാണ്. വളർന്നു വരുന്ന തലമുറയെ ഈ വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ ആക്ഷൻ ഫോഴ്സ് 2026 അക്ഷരാർത്ഥത്തിൽ കേരള പോലീസിനും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടർ ശാലിനി മേഡത്തിനും ലഭിച്ച വിജയത്തിന്റെ ഒരു പൊന്തൂവൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാസലഹരി പോലുള്ള മാരകമായ വിഷം വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കൈയോടെ പിടികൂടുക എന്നത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ അടിവേരുകൾ അടിയോടെ അറുക്കുക. ഒരിക്കലും മുളച്ചു വരാത്ത രീതിയിൽ അതിനെ നിശേഷം ഇല്ലാതാക്കുക. ഈ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള മുന്നേറ്റം തന്നെയായിരുന്നു ആക്ഷൻ ഫോഴ്സിന്റെ വിജയവും. മാഡം, യെസ്, ആക്ഷൻ ഫോഴ്സിന്റെ ഫീഡ്ബാക്ക് ഇതുവരെ പറഞ്ഞില്ല. ഫീഡ്ബാക്ക് നഗരത്തിലെ മയങ്ങുന്ന മനസ്സുകൾക്ക് ഒരു പുതുവെളിച്ചം നൽകാനായി ഈ തിരുവനന്തപുരം നഗരത്തിൽ രാത്രി 1 മണിക്കോ 2 മണിക്കോ ഒരു സ്ത്രീയോ പെൺകുട്ടിയോ ഒറ്റയ്ക്ക് വന്ന് പെട്ടുപോയാൽ അവർ കൃത്യമായി പേടിയില്ലാതെ വീട്ടിൽ സുരക്ഷിതമായി എത്താൻ പറ്റുമെന്ന് തെളിയിച്ചു എന്നത് തന്നെയാണ് ഈ ആക്ഷൻ ഫോഴ്സിന്റെ വിജയവും. മാത്രമല്ല, 3 ആഴ്ച കൊണ്ട് ഈ നഗരത്തിൽ നിന്നും മാത്രം പിടിച്ചെടുത്ത ലഹരിയുടെ കണക്ക് കേൾക്കണ്ടേ? റസാഖ്, ഇവരുകൂടെ കേൾക്കട്ടെ കണക്ക്. നമ്മൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ അറിയേണ്ടത് ഇവരിലൂടെയാണ്. യെസ് മാഡം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എറണാകുളമാണെങ്കിൽ കുറ്റവാളികളായ മയക്കുമരുന്ന് മൊത്ത വിതരണക്കാർ കൂടുതലുള്ളത് തലസ്ഥാനമായ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെയാണ്. 2016-ൽ 1926 കേസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത്, അതായത് 2026-ലെത്തിയപ്പോൾ 1,00,000 കടന്നു എന്ന് തന്നെ പറയാം. കൃത്യമായിട്ട് പറഞ്ഞ 36,314. ഈ വലിയ കണക്കിന്റെ ഷോക്ക് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ ശാലിനി മേഡത്തെ കൊണ്ട് ലഹരിക്കെതിരെയുള്ള ആക്ഷൻ ഫോഴ്സ് 2026 രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചതും. ആരംഭിച്ച് വെറും 3 ആഴ്ച കൊണ്ട് 15 കോടിയിലധികം ലഹരി ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ തലസ്ഥാനത്ത് നിന്ന് മാത്രം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. 5353 കേസുകൾ, 5736 അറസ്റ്റുകൾ, 3706 ഗ്രാം MDMA, 392 കിലോഗ്രാം കഞ്ചാവ്.
3776 ഗ്രാം ഹാഷിഷ് ഓയിൽ, 657.219 ഗ്രാം ബ്രൗൺ ഷുഗർ. ഇത്രയുമാണ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ കണക്കുകൾ. കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിച്ചു പോകും, കേരളത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന്. മാഡം, യെസ്. പോലീസ് ഇങ്ങനെ പരിശോധന ശക്തമാക്കുമ്പോൾ ലഹരി മാഫിയയും തന്ത്രങ്ങൾ മാറ്റില്ലേ? ഇതിന് എങ്ങനെ ആക്ഷൻ ഫോഴ്സ് നേരിടും? അവർ തന്ത്രങ്ങൾ മാറ്റുമ്പോൾ അതനുസരിച്ച് ഞങ്ങളും തന്ത്രങ്ങൾ മാറ്റും. സിറ്റിയുടെ പല ഭാഗത്തും ഹോട്ടലുകളിൽ ആഴ്ചയുടെ അവസാനം ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു. കൃത്യമായി നിരീക്ഷിക്കുന്നുവെന്ന് മനസ്സിലായതോടെ ഇത്തരം പാർട്ടികൾ അവരുപേക്ഷിച്ചു. മറ്റൊന്ന് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന്റെ മറവിലുള്ള ലഹരി കച്ചവടമായിരുന്നു. കൃത്യമായ പരിശോധനകൾ നടത്തി അതില്ലാതാക്കി. പിന്നെ എത്ര പറഞ്ഞാലും തല്ലിയാലും ഞാൻ ആളെ കൊന്നേ ജീവിക്കൂ എന്ന് പറഞ്ഞു നടക്കുന്നവരെ കൂട്ടത്തോടെ പിടിക്കാനുള്ള പദ്ധതിയാണ് ഇനി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് മദ്യവും കഞ്ചാവും ബ്രൗൺ ഷുഗറും എന്ന് കേട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് കേൾക്കുന്ന പേരുകൾ മെത്താംഫെറ്റമിൻ എന്നും LSD സ്റ്റാമ്പ് എന്നും നൈട്രോസെഫാം എന്നും MDMA എന്നുമൊക്കെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരിയെങ്കിൽ കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ലഹരിയുടെ ഉപയോഗം. UP സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഡോക്ടർമാർ വരെ, ഉന്നത ഉദ്യോഗസ്ഥൻ മുതൽ തെരുവിലെ ഭിക്ഷക്കാർ വരെ ഇതിന്റെ ഏജന്റുമാരാണ്. മാഡം, യെസ്, ഇതൊരു തുടർക്കഥയായി നീണ്ടുപോകുമെന്നാണോ മാഡം ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടത് വാർത്തകളല്ലേ? പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അളവും തൂക്കവും പെരുപ്പിച്ചും കൊഴുപ്പിച്ചും 10 വാർത്തയുണ്ടാക്കാതെ മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് അച്ഛനെയും അമ്മയും വരെ കൊല്ലുന്ന അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യുന്ന ഇന്നത്തെ യുവതലമുറയുടെ പ്രവൃത്തികൾ എന്തുകൊണ്ട് നിങ്ങൾ വാർത്തയാക്കുന്നില്ല? ലഹരി ഒരാളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അതൊരു കുടുംബത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും പ്രതീക്ഷയുമാണ് തകർക്കുന്നത്. അമ്മയെയും സഹോദരിയും പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു യുവാവ് എത്തുന്നത് നമ്മുടെ സമൂഹം ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ലഹരി നമ്മുടെ നാടിന്റെ ശാപമായി മാറിയിരിക്കുന്നു. അതിലൂടെ നഷ്ടമാവുന്നത് വരും തലമുറയാണ്. മയക്കുമരുന്ന് ഉപയോഗം കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ എനിക്ക് നേരിട്ടറിയാം. ആ കുട്ടിയെ വിളിക്കൂ. ശരി മാഡം. ഈ പെൺകുട്ടി ഇന്ന് അനാഥയാണ്. പക്ഷെ കുറച്ചു കാലം മുമ്പ് ഈ കുട്ടിക്ക് ഒരു അമ്മയുണ്ടായിരുന്നു, ഒരു ഏട്ടനുണ്ടായിരുന്നു. സന്തോഷമായിരുന്നു ജീവിതം. പക്ഷെ ഏട്ടൻ മയക്കുമരുന്നിന് അടിമയാണെന്നും ലഹരി തലയ്ക്ക് കയറിക്കഴിഞ്ഞ അമ്മയെന്നോ സഹോദരിയെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നോ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ അമ്മയും അറിഞ്ഞിരുന്നില്ല.